ടി ജലീൽ, മന്ത്രിസഭാ രൂപീകരണം ഒരു കിറാമുട്ടി ആവുമോ? തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ നടക്കും. എന്തായാലും മുഖ്യമന്ത്രിയും അതുപോലെ ഘടകകക്ഷി നേതാക്കന്മാരും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും. പക്ഷേ കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് വെല്ലുവിളികൾ വി ഡി സതീശന് മുന്നിലില്ലേ? മന്ത്രിസഭ അധികാരമേൽക്കും. അതിൽ കക്ഷികള് പ്രതിനിധികളൊക്കെ മന്ത്രിമാരായിട്ടൊക്കെ അധികാരം ഏൽക്കും. അതൊക്കെ ഒരു സ്വാഭാവിക നടപടികളാണ്. പക്ഷെ മലയാളി കണ്ടുമടുത്ത ചില നാടകങ്ങൾക്ക് ഇപ്പോഴും സാക്ഷ്യം വഹിക്കുകയാണ്. ഈ UDF അധികാരത്തിൽ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതിന്റെ നേർചിത്രമായി ഇപ്പൊ ഈ കഴിഞ്ഞ 2 ദിവസത്തെ സംഭവവികാസങ്ങൾ കാണുന്നു. ഒന്ന് നോക്കൂ, കഴിഞ്ഞ 10 വർഷക്കാലം അതിന്റെ ജയപരാജയങ്ങളെ സംബന്ധിച്ചോ ആ സർക്കാരിന്റെ ഭരണ മികവിനെയോ ഒന്നും സംബന്ധിച്ച് ഇപ്പം ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. പക്ഷെ ഒന്നുണ്ട്, സാമുദായിക സംഘടനകളെയൊക്കെ ഒരു പരിധിക്കപ്പുറം തടഞ്ഞു നിർത്തുന്നതിൽ വലിയ ശുഷ്കാന്തി കാണിച്ച ഒരു സർക്കാർ. കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിൽ എവിടെയും ഒരു വർഗീയ ലഹളയും ഉണ്ടാകാതിരിക്കാൻ വലിയ ആർജവത്വം കാട്ടിയ ഒരു സർക്കാർ. അതൊരു ഇടതുപക്ഷ സർക്കാരിന്റെ പൊതുചരിത്രം നമുക്ക് 82 മുതൽ 81 മുതൽ ഇങ്ങോട്ടുള്ളത് പരിശോധിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം ഇപ്പൊ നോക്കൂ, ഒരു നിയുക്ത മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി ചാർജ് എടുത്തിട്ട് അദ്ദേഹം നടത്തുന്ന പ്രസ്താവനയിൽ പോലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ ഇവിടെയുള്ള മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളായി പോകും, വർഗീയത വളരുമെന്നാണ്. അദ്ദേഹം കോൺഗ്രസിന്റെ നിലപാടല്ല പറയുന്നത്. മുസ്ലിം ലീഗിന്റെ ആ മേൽക്കോയ്മ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ സവിശേഷത, നന്മ ഉയർത്തിക്കാട്ടുക എന്നുള്ളതാണോ ഒരു നിയുക്ത മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം? അദ്ദേഹം ആരാ? അദ്ദേഹം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ്. അല്ല, ഞാൻ താങ്കൾ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ എന്താണ് പറഞ്ഞതെന്ന് സമാധാനപരമായി കേൾക്കൂ. താങ്കൾ ഒരു 10 മിനിറ്റോളം സംസാരിച്ചു. ഞങ്ങൾ എല്ലാവരും സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു. താങ്കൾക്ക് പറയാനുള്ള അവകാശമാണ്. ഈ ആരെങ്കിലും സംസാരിക്കുമ്പോൾ ഇടപെടൽ നടത്തുന്നത്. ഞാൻ പറഞ്ഞത് എന്റെ അവകാശമാണ്. ഞാൻ പറയുന്നത് താങ്കൾ ശ്രദ്ധിക്കൂ, എന്നിട്ട് മറുപടി പറയും. അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. അത് തുടർച്ചയായിട്ട് ലീഗിനെ പ്രീതിപ്പെടുത്താൻ ചില കോൺഗ്രസ്സുകാരും മറ്റു ചിലരും പറയുന്നതാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ലീഗ് ഇല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ മുസ്ലിങ്ങളും വർഗീയവാദികളായി പോകുമെന്ന് പറഞ്ഞാൽ ലീഗ് ഉള്ളത് കൊണ്ടാണോ കേരളത്തിലെ മുസ്ലിങ്ങൾ പിന്നെ വർഗീയവാദത്തിലേക്ക് പോകാതിരിക്കുന്നത്? കേരളത്തിൽ ഏത് മുസ്ലിമാ വർഗീയവാദത്തിലേക്ക് പോയിട്ടുള്ളത്? ഒരു കോൺഗ്രസ്സുകാരൻ പറയാൻ പാടുള്ള വർത്താനമാണോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ഏത് കോൺഗ്രസ് ആണ്? KP കേശവ മേനോനെ പോലെയുള്ളവർ, വക്കം മൗലവിയെ പോലെയുള്ളവർ, മൊയ്തു മൗലവിയെ പോലെയുള്ള പിന്നെ ദേശസ്നേഹമുള്ള അല്ലെങ്കിൽ മതനിരപേക്ഷ സ്വഭാവമുള്ള സംഘടനയുടെ പിൻഗാമിയായിട്ട് വന്നിട്ടുള്ള ഒരാൾ ആദ്യമായിട്ട് അദ്ദേഹം പറയുകയാണ്, എന്താ കാര്യം? അദ്ദേഹത്തിന്റെ സ്ഥാനലബ്ധിക്ക് പിന്നിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന് 5 മന്ത്രിയോ 6 മന്ത്രിയോ ആയിക്കോട്ടെ, 22 MLA-മാരുണ്ടായിക്കോട്ടെ, അതിനോടൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷേ ലീഗ് കുറച്ച് പക്വത കാട്ടണം. ഞാനടക്കമുള്ള മുസ്ലിം സമുദായത്തിന് ലീഗ് ബാധ്യത സൃഷ്ടിക്കരുത്. കാരണം കഴിഞ്ഞ 2 ദിവസം ഇവിടെ മലപ്പുറത്തും വെള്ളാപ്പള്ളി നടേശന്റെയും സുകുമാരൻ നായരുടെയും കോലം കത്തിച്ചു. തൊടുപുഴയിലെ ആ പ്രസംഗം, അവിലും എന്ന് പറഞ്ഞ ഏതോ SDPI-കാരൻ ആലപ്പുഴയിൽ നടത്തിയ പ്രകടനത്തിന്റെ ഭവിഷ്യത്ത് ഈ സമൂഹവും മതനിരപേക്ഷ സമൂഹവും മുസ്ലിം സമുദായമൊക്കെ ഒരുപാട് അനുഭവിച്ചതാ. കൊത്തിവലിക്കാൻ കാത്തിരിക്കുന്ന ശക്തികൾക്ക് മുമ്പിൽ ഇട്ടുകൊടുക്കുക. അപ്പൊ ലീഗ് പക്വത കാട്ടണം. ഇപ്പൊ ലീഗാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. തൗഫീഖ് രാജിന് എന്താ ധരിച്ചത്? 11 മണിക്ക് പോലും, ഇന്നലെ 11 മണിക്ക് പോലും ലീഗാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത്, ഇത് കഴിയട്ടെ, ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. എന്തേ? 63 MLA-മാരുള്ള ഒരു പാർട്ടി, 4 സ്വതന്ത്രന്മാരുള്ള ഒരു പാർട്ടി, 22 MLA-മാരുള്ള ഒരു പാർട്ടിയുടെ മുമ്പിൽ മുട്ടിലെഴുതുന്ന ഗതികേട് കണ്ടാൽ ഇവിടെ BJP വളർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കൈമുക്കേണ്ട കാര്യമാണ് പറയുന്നത്. ബംഗാളിൽ, ബീഹാറിൽ, UP-യിൽ, ഗുജറാത്തിൽ ഒരു പരിധിക്കപ്പുറം നിങ്ങൾ തകർന്നടിഞ്ഞത് ഈ ഗതികേട് കൊണ്ടാണ്. അത് ഞാൻ കോൺഗ്രസിനെതിരല്ല. കോൺഗ്രസ് ഇവിടെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പിന്നെ ചെന്നിത്തലയുടെ കാര്യം താങ്കൾ ഇങ്ങനെ ചരിത്രം പറഞ്ഞു. ആ ചരിത്രത്തോട് നീതി പുലർത്താൻ നിങ്ങളെ കൊണ്ട് സാധിച്ചോ? അദ്ദേഹം എല്ലാം സഹിച്ചുകൊണ്ടങ്ങ് നിങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ പോലെ ഇത്രയും ഒരു സീനിയറായ ഒരു നേതാവിനോട് ഇങ്ങനെയാണോ നീതി പുലർത്തേണ്ടത്? ഹൈക്കമാൻഡ് പറഞ്ഞെന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രമേശ് ചെന്നിത്തല
പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് പരാജയം ഏറ്റുവാങ്ങി. അങ്ങനെ ഒരു മാനദണ്ഡമുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധിക്ക് AICC പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ ഇരിക്കാൻ യോഗ്യതയുണ്ടോ? സോണിയാഗാന്ധിക്കുണ്ടോ? പ്രിയങ്ക ഗാന്ധിക്കുണ്ടോ? വടക്കേ ഇന്ത്യയിൽ അലഹബാദ് അടക്കമുള്ള നെഹ്റുവിന്റെ തട്ടകമായ അലഹബാദ് അടക്കമുള്ള ഇന്ദിരാഗാന്ധിയുടെ തട്ടകമായ അലഹബാദ്, അമേഠി അടക്കമുള്ള മുഴുവൻ സ്ഥലങ്ങളും കൊണ്ട് BJPക്ക് തീരെഴുതി കൊടുത്ത രാഹുൽ ഗാന്ധി അല്ലേ ആദ്യം രമേശ് ചെന്നിത്തലയുടെ മാതൃക സ്വീകരിച്ച് മാറി നിൽക്കേണ്ടത്? അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല ഇപ്പോൾ ഒരു വലിയ തീരുമാനം എടുക്കാത്തതിന്റെ പിന്നിൽ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തോടല്ല നന്ദി പറയേണ്ടത്, BJPയോടാ. കാരണം BJP ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു 15 MLA-മാരിന്ന് ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് മന്ത്രിസഭ രൂപീകരിക്കില്ലായിരുന്നു. ആസാമിൽ നിന്ന് നിങ്ങളുടെ ഗതി കണ്ടല്ലോ. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമുള്ളവരാണ് അവിടെ ഇന്ന് BJPയുടെ മന്ത്രിയും മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിട്ട് മാറിയിട്ടുള്ളത്. അതിന്റെ കാരണം എന്താ? കോൺഗ്രസ് വിതച്ചതാണ് ഇപ്പൊ അവിടെ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആശങ്കയുണ്ട് കേരളത്തിൽ മതത്തിന്റെ സമിതി സംഭവിക്കാൻ പോവുകയാണ്. ഈ കോൺഗ്രസിന്റെ വിട്ടുവീഴ്ച മനോഭാവം ഉണ്ടല്ലോ, ഈ ഇരിക്കാൻ പറയുമ്പോൾ മുട്ടിലെഴയുന്ന ഈ സ്വഭാവം ഉണ്ടല്ലോ എല്ലാ സാമുദായിക സംഘടനകൾക്ക് മുന്നിലും, അതിന് ബലി കൊടുക്കേണ്ടി വരുന്നത് കേരളത്തിന്റെ സംസ്കാരമാണ്, മതനിരപേക്ഷ സംസ്കാരം. കേരളത്തിന്റെ ന്യൂനപക്ഷ സമൂഹം. ശ്രീ ജലീൽ പുനലൂർ, അപ്പോൾ ഈ മുസ്ലിം ലീഗിന് കീഴ്പ്പെടുന്ന ഒരു സ്വഭാവം, സമീപനം, അതാണോ വലിയ തിരിച്ചടിയാകാൻ പോകുന്നത്? സതീശൻ സ്വീകരിക്കുന്ന ആ ഒരു നയം അതാണോ താങ്കളെ അലട്ടുന്നത്, ഇടതുപക്ഷത്തെ അലട്ടുന്നത്? അല്ല, അത് ഇടതുപക്ഷത്തെ അല്ല. ഞാൻ ഒരു നാടിന്റെ പൊതു ചിത്രമാണ് ഞാൻ പറഞ്ഞത്. എന്നെ വളരെ ആശങ്കപ്പെടുത്തുന്നു. ഈ നാട്ടിൽ അരാജകത്വം ഉണ്ടാവരുത്, ഇവിടെ വർഗീയമായ ചേരുതിരിവുണ്ടാവരുത്. കേരളം അതിന്റെ തനിമ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമുക്ക് കയറാൻ സാധിക്കുന്നുണ്ടോ? മനുഷ്യൻ ജാതീയമായും മതപരമായും വിഭജിക്കപ്പെടുകയാണ്. മലപ്പുറത്ത് ഇത്ര സീറ്റിൽ ഞങ്ങൾ മാത്രം വിജയിക്കുന്നു എന്ന് ലീഗ് പറഞ്ഞാൽ, ഇപ്പൊ ഇവിടുത്തെ കോൺഗ്രസ് പ്രതിനിധി പോലും പറഞ്ഞല്ലോ, കോൺഗ്രസ് പ്രാഗൽഭ്യം തെളിയിച്ചു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. 63 സീറ്റ് നേടിയ കോൺഗ്രസ് പ്രാഗൽഭ്യം നേടിയെന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു. മലബാറിൽ മുസ്ലിം ലീഗ് പ്രാഗൽഭ്യം തെളിയിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തേ ജോസഫ് പ്രാഗൽഭ്യം തെളിയിച്ചില്ലേ? CP ജോൺ പ്രാഗൽഭ്യം തെളിയിച്ചില്ലേ? പ്രാഗൽഭ്യം തെളിയിച്ചില്ലേ? ഈ ഇങ്ങനെയൊന്നും മുട്ടിലിടരുത്. ഞങ്ങള് ലീഗിനോടൊക്കെ പക്ഷേ CH-ന്റെ കാലത്തോടൊക്കെ അതമ്പതിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി പക്വത പഠിപ്പിക്കണം നിങ്ങൾ ലീഗിനെ, ഇല്ലെങ്കിൽ നമ്മളൊക്കെ അതിന് സമാധാനം പറയേണ്ടി വരും. ലീഗിനെ കയറൂരി വിടരുത്.